വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിൽ ഭൂതത്താൻകെട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഹോം സ്റ്റേ, റിസോർട്ട് മുതലായവ തുടങ്ങുവാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ഭൂതത്താൻകെട്ട് ജംഗ്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി റിസോർട്ടും ഹോം സ്റ്റേയും ഉള്ള സ്ഥലമാണിവിടെ. പെരിയാർ പുഴയുടെ നടുവിലായിട്ട് ദൂരെ കാണുന്ന പാറക്കെട്ടാണ് പഴയ ഭൂതത്താൻകെട്ട്. ഇവിടെയുള്ള പുതിയ പാലമാണ് ഈ കാണുന്നത്. അതിന് പുറകിലായിട്ട് കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം. പാലത്തിന് താഴെയായിട്ട് ആളുകൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടി പണിതിട്ടിരിക്കുന്ന കൽപ്പടവുകളാണ് ഈ കാണുന്നത്. പുതിയ പാലം കയറി അക്കരെ എത്തിക്കഴിഞ്ഞാൽ പഴയ ഭൂതത്താൻകെട്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ ഇടമലയാറ്, വടാട്ടുപാറ, മലയാറ്റൂർ, അതിരപ്പള്ളി, കപ്പായം മുതലായ സ്ഥലങ്ങളിലേക്ക് പോകാവുന്നതാണ്. വടാട്ടുപാറ വലിയൊരു വനഗ്രാമമാണ്. അരമണിക്കൂർ ഇടവിട്ട് കോതമംഗലം ടൗണിൽ നിന്നും നിരവധി ബസ് സർവീസുകൾ വടാട്ടുപാറയിലേക്കുണ്ട്. ഈ സ്ഥലമാണ് തുണ്ടം. ഇവിടെ നിന്നും മലയാറ്റൂർക്ക് തിരിഞ്ഞു പോകാവുന്നതാണ്. ഈ വഴിയിലൂടെ പോകണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ അത്യാവശ്യമാണ്. ഈ വഴിയിലൂടെ നേരെ സഞ്ചരിച്ചാൽ ഇടമലയാറ്, വടാട്ടുപാറ കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് വളരുന്ന കപ്പായം എന്ന് പറഞ്ഞ സ്ഥലത്തും എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് നിരവധി ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. ദൂരെ കാണുന്നതാണ് പൂയംകുട്ടി മലനിരകൾ. പൂയംകുട്ടിക്ക് 10 കിലോമീറ്ററും കുട്ടമ്പുഴ 8 കിലോമീറ്ററും മൂന്നാർ 60 കിലോമീറ്ററും ഇഞ്ചത്തൊട്ടിക്ക് 5 കിലോമീറ്റർ ദൂരവുമാണ് ഈ ലൊക്കേഷനിൽ നിന്നും ഉള്ളത്. നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിപുലമായൊരു വിശദീകരണം തന്നത്. എല്ലാവർക്കും 24 കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന സ്ഥലം നമ്മൾ അങ്ങോട്ട് കയറണം. ഇത് ആ കെട്ട് അങ്ങോട്ട് കയറുക. ഈ തെങ്ങിൻകൂട്ടി നിൽക്കുന്നതിന്റെ അങ്ങോട്ട് ഈ ബോർഡർ ഇട്ട് ദേ തെങ്ങിൻകൂട്ടി ദേ മഴമരത്തെ തെങ്ങിട്ട് ദൂരം 200 മീറ്റർ നീളത്തില് 50 മീറ്റർ വീതിയിൽ 5 അടി വെള്ളമുള്ളൂ. നാച്ചുറൽ സ്വിമ്മിങ് നാച്ചുറൽ സ്വിമ്മിങ് ഇല്ല. ഞാൻ ഹിറ്റാച്ചി ഇറക്കി മണ്ണൊക്കെ ലെവൽ ചെയ്ത് ഇടിച്ച് ഉറപ്പിച്ച് അടിയിൽ മണ്ണിട്ട് ഹൈ ലെവൽ പിടിക്കുമ്പോൾ ഈ മോഡൽ ഈ സ്റ്റെപ്പിൽ ഈ വീതിയുള്ള സ്റ്റെപ്പിൽ വളരെ വെള്ളം വരും. ഇതിൽ ഹൈ ലെവൽ ദൂരെ കാണുന്ന ബോട്ട് ജിട്ടിയിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഏകദേശം ഒരു 500 മീറ്റർ ദൂരമുണ്ട് അവിടെ നിന്നും. ഇതുകൂടാതെ റോഡ് മാർഗവും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. മൊത്തം 1 ഏക്കർ 42 സെൻറ്റാണ് സ്ഥലത്തിൻ്റെ വിസ്തീർണം. റിസോർട്ട്, ഹോം സ്റ്റേ, ഹോട്ടൽ മുതലായവ പണിയുവാൻ അനുയോജ്യമായിട്ടുള്ള 2 വശവും വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി പടിഞ്ഞാറ് വശവും തെക്ക് വശവുമാണ് വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ കിഴക്ക് വശം ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഈ വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. വടക്കു വശത്തായിട്ട് പ്രൈവറ്റ് പാർട്ടിയുടെ ലാൻഡാണ്. ഒരു 100 ലോഡോളം കരിങ്കല്ല് ഈ പറമ്പിൽ നിന്ന് കുളം കുഴിച്ചപ്പോൾ പൊട്ടിച്ചെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് മതിൽ പണിയുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടി 2 തട്ടായിട്ടാണ് കിടക്കുന്നത്. വെള്ള സൗകര്യത്തിന് വേണ്ടി പറമ്പിൽ 2 കുളവും 1 കിണറുമാണുള്ളത്. കൂടാതെ 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഉണ്ട്. വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഈ
പോത്താങ്കട്ട് റിസർവയറിന് ചുറ്റുമായിട്ടുണ്ട്. ഇങ്ങോട്ടെല്ലാം വിനോദസഞ്ചാരികൾ എത്തുന്നത് ബോട്ടിലൂടെയാണ്. അതേപോലെ ഒരു ഹോട്ടലും റിസോർട്ടും പണിയുവാൻ അനുയോജ്യമായ ഭൂപ്രകൃതിയും സ്ഥലവും സൗകര്യവുമാണ് ഇതിനുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരമാണുള്ളത്. 2 വഴിയിലൂടെ ഇവിടെ നിന്നും നമുക്ക് മൂന്നാർ എത്തിച്ചേരാവുന്നതാണ്. ആദ്യത്തെ വഴി നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിലേക്ക് എത്താവുന്നതാണ്. രണ്ടാമത്തെ വഴി കുട്ടമ്പുഴ, തട്ടേക്കാട്, പൂയംകുട്ടി, ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയും നമുക്ക് മൂന്നാറിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയിലുള്ള കിണറാണ്. അടിഭാഗം മുതൽ കരിങ്കല്ല് കെട്ടി പണിതിരിക്കുന്നതാണ്. റിസോർട്ടും ഹോം സ്റ്റേയും കൂടാതെ ടെൻറ്റുകൾ പണിയുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ്. ഈ ഭാഗത്തായിട്ടാണ് ബോട്ട് ചെട്ടി പണിയാനുള്ള സ്പേസ് ഉള്ളത്. നല്ല ആഴവും ബോട്ട് വന്ന് നടക്കുവാൻ സൗകര്യമുള്ള രീതിയിലാണ് ഈ ഏരിയയിൽ പണിതിരിക്കുന്നത്. മീൻ വളർത്തുവാൻ സൗകര്യത്തിന് വേണ്ടി പണിത ഒരു കുളമാണ് ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് ഈ കാണുന്നത്. ഏത് രീതിയിലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലാൻഡാണിത്. 1 ഏക്കർ 42 സെൻറ്റ് വിസ്തീർണമുള്ള ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില 3.5 കോടി രൂപയാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സൈറ്റ് വിസിറ്റിങ്ങിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിനും വേണ്ടിയിട്ട് 24 കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ, സ്ഥലങ്ങൾ, ഫ്ലാറ്റുകൾ, തെങ്ങിൻതോപ്പുകൾ, ഏലത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് 9745137328 എന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ്. വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.